റഷ്യ ഈ ഒരുപാട് ചില അന്താരാഷ്ട്രപരമായിട്ട് ഉപരോധം പല കാര്യങ്ങളും നേരിടുന്ന ഒരു രാജ്യമാണ്. എന്നിട്ടും റഷ്യ ഇതിനൊക്കെ മറികടക്കുന്നു. അത് ഒറ്റ വാക്കിൽ ഉത്തരം പറഞ്ഞ ഒറ്റ ഉത്തരവേ ഉള്ളൂ. അത് വ്ളാഡിമിർ പുടിന്റെ ഗട്ട്സ് ആണ്. ഒരു പരിധിവരെ അത് തന്നെ പറയാം. അദ്ദേഹത്തിന്റെ നിശ്ചയദാർഢ്യം, ഉരുക്ക് മുഷ്ടി എന്നൊക്കെ പറയുമല്ലോ, അതാണ് വാസ്തവത്തിൽ നടക്കുന്നത്. ഇപ്പൊ നമ്മളിപ്പോ ഇങ്ങനെ ചർച്ച ചെയ്യാൻ കാരണം, കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു വാർത്ത റഷ്യയെ സംബന്ധിച്ച് വന്നു. ഇപ്പോ അന്താരാഷ്ട്ര തലത്തില് ലോകത്തെമ്പാടും ഉപയോഗിക്കുന്ന ഈ പാസഞ്ചർ എയർക്രാഫ്റ്റ് എന്ന് പറയുന്നത് പ്രധാനമായും ഒന്നെങ്കിൽ ബോയിങ് അല്ലെങ്കിൽ എയർബസ്, ഈ രണ്ട് കമ്പനികളുടെ വിമാനങ്ങളാണ് സാധാരണ ഉപയോഗിക്കുക. അപ്പൊ ഈ ഉപരോധം ഭീഷണി ഉള്ളത് കൊണ്ട് തന്നെ റഷ്യ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഈ എയർബസിന്റെയും ബോയിങ്ങിന്റെയും വിമാനങ്ങൾക്ക് അറ്റകുറ്റപ്പണിയടക്കം മുടങ്ങുന്ന ഒരവസ്ഥ വന്നു. സ്പെയർ പാർട്സുകൾ കിട്ടാനില്ല. ഇപ്പൊ കിട്ടണമെങ്കിൽ തന്നെ അവർക്ക് ഏതെങ്കിലും കള്ളക്കടത്ത് ശൃംഖലകളെ ആശ്രയിക്കേണ്ട അവസ്ഥ വരെ വന്നു. അപ്പോ എന്താ വലിയ ബുദ്ധിമുട്ട് അവരനുഭവപ്പെടുന്നു. അപ്പോൾ പുടിൻ എന്ത് ചെയ്തു? ഇപ്പൊ ബോയിങ്ങിന്റെയും എയർബസിന്റെ വിമാനം ഉപയോഗിക്കുന്നതാണല്ലോ പ്രശ്നം, നമുക്ക് സ്വന്തമായി അങ്ങ് ഉണ്ടാക്കി കളയാം. അത് അത്ര സുഖകരമല്ല. പാസഞ്ചർ എയർക്രാഫ്റ്റ് എന്ന് പറയുന്നത് അത് കാണുമ്പോൾ ഒരൊറ്റ പ്രൊഡക്റ്റ് ആണെങ്കിലും അതിലെ ഓരോ ഘടകങ്ങളും പല പല രാജ്യങ്ങൾ നിർമ്മിക്കുന്നതായിരിക്കും. ഇപ്പൊ എഞ്ചിൻ അമേരിക്കയുടെ ആണെങ്കിൽ മറ്റേതെങ്കിലും സംവിധാനം മറ്റേതെങ്കിലും രാജ്യത്തിൻ്റെതായിരിക്കും. ഇതാണ് ഈ വിമാനങ്ങളുടെ നിർമ്മാണത്തിലെ ഏറ്റവും വലിയ പ്രശ്നം, അതാണ്. അപ്പോ ഇവിടെ റഷ്യ സ്വന്തമായി പാസഞ്ചർ എയർക്രാഫ്റ്റുകൾ നിർമ്മിച്ചു. അപ്പൊ അത് വിജയകരമാണ്. അത് 3 തരത്തിലുള്ള എയർക്രാഫ്റ്റുകൾ നിർമ്മിച്ചിട്ട് അതിന്റെ പരിശോധനകൾ പുടിൻ നേരിട്ട് പോയി നടത്തുന്നത് വലിയ വാർത്താ പ്രാധാന്യം നേടുന്നതായിട്ട് അല്ലെങ്കിൽ വലിയ വാർത്തയായിട്ട് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. അപ്പൊ അതിന് വിമർശകർ പറയുന്നത് അവർ സ്വന്തമായി അത് നിർമ്മിച്ചു എന്ന് പറയുന്നതൊക്കെ ശരി തന്നെ, പക്ഷേ ബോയിങ്ങുമായിട്ടോ എയർബസുമായിട്ടോ അതിനെ കമ്പയർ ചെയ്യുമ്പോൾ ഈ റഷ്യ പൂർണ്ണമായിട്ട് അവർ നിർമ്മിച്ച വിമാനങ്ങൾക്ക് ഭാരക്കൂടുതലുണ്ട്. അതുകൊണ്ട് തന്നെ അതിന്റെ ഇന്ധനക്ഷമത കുറവാണ് എന്നുള്ള ചില കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞിട്ടുണ്ട്. എന്തു ആയിക്കോട്ടെ, ഏതായാലും റഷ്യയെ സംബന്ധിച്ച് അവർ ആ വെല്ലുവിളിയെ സധൈര്യം നേരിട്ടു എന്നുള്ളതാണ് പ്രധാന സംഗതി. അപ്പൊ വിമാനങ്ങളുടെ കാര്യം പറയുകയാണെങ്കിൽ യോക്കോലേവ് SJ-100 എന്ന് പറയുന്ന ഒരു ജെറ്റ് വിമാനം, അത് മുമ്പ് ഫ്രാൻസുമായിട്ട് സഹകരിച്ച റഷ്യ നിർമ്മിച്ചുകൊണ്ടിരുന്നതാണ്. ഉപരോധം ഉള്ളതുകൊണ്ട് അവരില്ല. അപ്പൊ എന്ത് ചെയ്തു? അതിന്റെ എഞ്ചിൻ അങ്ങോട്ട് മാറ്റിയിട്ട് റഷ്യയുടെ എഞ്ചിനായ PD-8 എന്ന് പറയുന്ന എഞ്ചിൻ അതിനെ അങ്ങോട്ട് നിർമ്മിച്ചു, അല്ലെങ്കിൽ അതിനെ ഘടിപ്പിച്ചു. ഇപ്പൊ ആ രീതിയിൽ ആ വിമാനം സർവീസിലുണ്ട്, അല്ലെങ്കിൽ ഇറങ്ങാൻ പോകുന്നു. അടുത്തത് ഇർകൂട്ട് MS-21-310. ഇത് എയർബസും ബോയിങ്ങിന്റെയും ഇതേ ശ്രേണിയിലുള്ള പാസഞ്ചർ എയർക്രാഫ്റ്റുകൾക്ക് ബദലായിട്ടുള്ളതായിട്ട് റഷ്യ നിർമ്മിക്കുന്നതാണ്. അപ്പൊ അതിന് അമേരിക്കൻ എഞ്ചിനുകളായിരുന്നു അവർക്കൊരു തടസ്സമായിട്ടുണ്ടായിരുന്നത്. അപ്പൊ അമേരിക്കൻ എഞ്ചിൻ അങ്ങോട്ട് മാറ്റി റഷ്യയുടെ PD-14 എന്ന് പറയുന്ന ഒരു എഞ്ചിൻ അങ്ങോട്ട് കയറ്റി. പിന്നെ ഇതിനു വേണ്ടിയിട്ടുള്ള അസംസ്കൃത വസ്തുക്കൾ, ഇപ്പൊ ഇലക്ട്രിക് മോട്ടോറുകൾ, ജനറേറ്ററുകൾ, ട്രാൻസ്ഫോമറുകൾ, ഇതെല്ലാം ഇപ്പൊ ക്രിമിയ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. അത് പഴയ ഉക്രൈന്റെ ഭാഗമായിരുന്നു. അപ്പൊ ആ ക്രിമിയയിലുള്ള ചില ഫാക്ടറികൾ കേന്ദ്രീകരിച്ചാണ് ഇതിന്റെ ഉത്പാദനമൊക്കെ ഇപ്പൊ നടക്കുന്നത്. അവിടെ നിന്ന് റഷ്യ ഇത് യഥേഷ്ടം ഇപ്പോൾ സപ്ലൈ ചെയ്യുന്നുണ്ട് എന്നുള്ളതുകൂടി മനസ്സിലാക്കണം. ഇത് കൂടാതെ ഇപ്പൊ ഉപരോധം ഉണ്ട് എന്ന് പറയുന്നത് നേരെ തന്നെ. പക്ഷെ എന്നിരുന്നാലും ചില എന്താ പറയുക, ഇടനിലക്കാർ വഴി അല്ലെങ്കിൽ കള്ളക്കടത്ത് ശൃംഖലകൾ വഴി ഇവർക്കെതിരെ പ്രത്യക്ഷ ഉപരോധം പ്രഖ്യാപിക്കപ്പെട്ട രാജ്യങ്ങളിൽ നിന്നുപോലും റഷ്യ സാധന സാമഗ്രികൾ സംഘടിപ്പിക്കുന്നുണ്ട്. അതുകൂടാതെ UAE, ചൈന, തുർക്കി തുടങ്ങിയ കമ്പനികളിലെ ചില എന്നീ രാജ്യങ്ങളിലെ ചില ഷാഡോ കമ്പനികൾ, അപ്പൊ പറയുമ്പോൾ അത് ഏതെങ്കിലും ഒരു ട്രസ്റ്റിന്റെയോ ഏതെങ്കിലും ഒരു സ്വകാര്യ കമ്പനിയുടെയോ ഒക്കെ പേരിൽ രജിസ്റ്റർ ചെയ്തിട്ട് വാസ്തവത്തിൽ പണിയെടുക്കുന്ന റഷ്യക്ക് വേണ്ടിയിട്ട്, അപ്പൊ വ്യാജ പേരിലൊക്കെ പ്രവർത്തിക്കുക എന്നൊക്കെ പറയില്ലേ. അപ്പൊ രീതിയിലുള്ള ഷാഡോ കമ്പനികൾ വഴി റഷ്യ പല രാജ്യങ്ങളിൽ നിന്നും സാധനങ്ങൾ, അവിടുത്തെ യന്ത്ര സാമഗ്രികളും മറ്റുമൊക്കെ റഷ്യയിലേക്ക് കയറ്റുമതി ചെയ്യും. ഇങ്ങനെയും ചെയ്യുന്നുണ്ട്. പിന്നെ ഏറ്റവും പ്രധാന സംഗതി ചൈനയാണ്. ഇപ്പോ റഷ്യ ഏതാണ്ട് 2014 മുതൽ തുടർച്ചയായിട്ട് ഇങ്ങോട്ട് ഉക്രൈനുമായിട്ട് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവരുടെ എതിരാളികൾ എന്ന് പറഞ്ഞാൽ ഉക്രൈൻ മാത്രമല്ല, എതിരാളികളായിട്ട് നാറ്റോ സഖ്യമുണ്ട്. അമേരിക്ക തന്നെ നേരിട്ട് ഉക്രൈനെ പിന്തുണയ്ക്കുന്ന ആയുധങ്ങൾ കൊടുക്കുന്നു. അപ്പൊ 2014 മുതൽ ഇങ്ങോട്ട് 10 വർഷത്തിലധികമായിട്ടൊരു യുദ്ധം ചെയ്യുന്ന ഒരു രാജ്യത്തിന് ആയുധശേഷി വല്ലാണ്ട് കുറയും. അതേപോലെ സാമ്പത്തികമായ നിരവധി ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പൊ ഇവിടെ ചൈന രംഗത്ത് വന്നിട്ട് ചൈനയ്ക്ക് ഒരിക്കലും നേരിട്ട് റഷ്യയെ സഹായിക്കാൻ പറ്റില്ല. ആയുധങ്ങൾ കൊടുക്കുകയും മറ്റു പ്രശ്നം ഉണ്ടായാൽ അമേരിക്ക പ്രശ്നം ഉണ്ടാക്കും. നേരത്തെ തന്നെ അമേരിക്കയുടെ ഉപരോധ ഭീഷണിയൊക്കെ ചൈനയ്ക്കുള്ളൂ. അപ്പൊ ചൈന ചെയ്യുന്ന പരിപാടി എന്താ വെച്ചാൽ
ഈ മിസൈലോ അല്ലെങ്കിൽ മറ്റു പരിപാടികളോ നേരിട്ട് കൊടുക്കില്ല. പക്ഷെ അതിന്റെ പാർട്സുകൾ പല പല കൺസൈൻമെന്റുകളായിട്ട് പല പല കണ്ടെയ്നറുകളായിട്ട് റഷ്യയിലോട്ട് കയറ്റി അയക്കും. അപ്പോ പോകുന്നത് ഏതെങ്കിലും രാസവസ്തുക്കളായിട്ടോ മറ്റു സംഗതികളോ ഒക്കെ ആയിട്ടാകും. പക്ഷെ ഇതെല്ലാം കൂട്ടി യോജിപ്പിച്ച് വരുമ്പോൾ നല്ല ഒന്നാം തരം മിസൈലോ വിമാനങ്ങളോ ഒക്കെ ആയിട്ട് മാറ്റാനുള്ള സംവിധാനം റഷ്യക്കുണ്ട്. ഇതാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കൂടാതെ ഇപ്പൊ ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളിൽ നിന്നും ഇപ്പോ റഷ്യയുടെ ഏറ്റവും വലിയ ധനകാര്യ സ്രോതസ് എന്ന് പറയുന്നത് ഒന്നെങ്കിൽ ആയുധ കച്ചവടം, ഇപ്പൊ അവർക്ക് അത് ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ക്രൂഡ് ഓയിൽ വിൽപ്പന. ഇപ്പൊ ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ അവിടെ രംഗത്ത് വന്നിട്ട് അവിടെ അവരുടെ ക്രൂഡ് ഓയിൽ വാങ്ങുന്നു. അപ്പൊ അങ്ങനെ സാമ്പത്തികമായിട്ടൊരു ഞെരുക്കം ഉണ്ട്. എന്നിരുന്നാലും അതൊരു പരിക്കില്ലാണ്ട് കൊണ്ടുപോകാൻ റഷ്യക്ക് സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കി വെക്കേണ്ടത്. ഇനി മറ്റൊരു സാധനം കൂടി വരുന്നുണ്ട്. ഇവിടെ അവർ വലിയ രീതിയിൽ ഈ ഉപരോധത്തെ തുടർന്ന് വലിയ രീതിയിൽ അവരുടെ രാജ്യത്ത് ആഭ്യന്തരമായിട്ട് സാമ്പത്തിക അരക്ഷിതാവസ്ഥ ഉണ്ട് എന്നുള്ളത് വാസ്തവമാണ്. വലിയ രീതിയിലുള്ള വിലക്കയറ്റം ആ രാജ്യം നേരിടുന്നുണ്ട്. അപ്പൊ ഇതിനെ മറികടക്കാനായിട്ട് അവർ ചെയ്തൊരു പരിപാടി പൊതുമേഖലാ സ്ഥാപനങ്ങളുണ്ട്. ഇപ്പൊ പ്രധാനമായിട്ടും പറയുകയാണെങ്കിൽ ആയുധ നിർമ്മാണ കമ്പനികൾ അടക്കമുള്ള സ്ഥാപനങ്ങളിൽ വലിയ രീതിയിലുള്ള ഫണ്ടിങ് കൊടുത്തു. സർക്കാർ വലിയ രീതിയിൽ അവിടെ പണം ചിലവഴിക്കുന്നു. കൂടാതെ പ്രതിരോധ സാമഗ്രികൾ നിർമ്മിക്കുന്ന കമ്പനികളിലെ ജീവനക്കാർക്ക് വലിയ രീതിയിൽ ശമ്പള വർധനവ് പ്രഖ്യാപിച്ചു. അപ്പൊ ഈ ശമ്പള വർധനവ് കാണുമ്പോൾ പല പല രാജ്യങ്ങളിൽ നിന്നും വിദഗ്ധരായിട്ടുള്ള എഞ്ചിനീയർമാർ അടക്കമുള്ളവർ അവരുടെ മികച്ചൊരു കരിയർ ഓപ്പർച്യൂണിറ്റി ആയിട്ട് നേരെ റഷ്യ തിരഞ്ഞെടുക്കുന്നു. അപ്പൊ അവർക്ക് കുറെ കൂടി മികച്ച രീതിയിൽ അവരുടെ ആയുധങ്ങളൊക്കെ പുനർനിർമ്മിക്കാനോ മെച്ചപ്പെടുത്താനോ ഇതിലൂടെ സാധിച്ചു. പിന്നെ ഇപ്പൊ ചൈന ചെയ്യുന്ന ഒരു പരിപാടിയുണ്ട്. അവർക്ക് ഏതെങ്കിലും ഒരു ആയുധം പുതിയതായിട്ട് നിർമ്മിക്കുന്നതിലും ബെറ്റർ ആയിട്ട് അവർ കോപ്പി അടിക്കും. ഇപ്പോ അമേരിക്കയുടെ 5ാം തലമുറ യുദ്ധവിമാനം അതേപോലെ കോപ്പി അടിച്ചു വെച്ചിട്ടുണ്ട് ചൈന. അപ്പൊ ഇതേപോലെ ഈ പരിപാടി ഇപ്പൊ റഷ്യയും ചെയ്യുന്നുണ്ട്. ഇപ്പൊ അവർക്ക് ഇതേപോലെയുള്ള ആധുനിക സാങ്കേതിക വിദ്യയോ അല്ലെങ്കിൽ മറ്റ് സംഗതികളോ ഒന്നും അവർക്ക് ഉപരോധം നിമിത്തം കിട്ടുന്നില്ലെങ്കിൽ അവരതിനെ മറ്റു രീതിയിൽ അതിനെ കോപ്പി ചെയ്യും. കോപ്പി അടിച്ചിട്ട് ആ രീതിയിൽ നടപ്പിലാക്കപ്പെടുന്നുണ്ട്. അപ്പോ ഞാൻ നേരത്തെ പറഞ്ഞു ഈ ചില കള്ളക്കടത്ത് സംഘങ്ങൾ വഴി പോലും റഷ്യ അവരുടെ ആവശ്യമുള്ള സാധനങ്ങൾ രാജ്യത്ത് എത്തിക്കുന്നുണ്ട്. അപ്പൊ ഇതുകൊണ്ട് അവർക്ക് നേരായ വഴിക്ക് മുടക്കുന്നതിനേക്കാൾ കൂടുതൽ പണച്ചെലവ് ഉണ്ടാകും എന്നുള്ളത് ഉറപ്പാണ്. കഴിഞ്ഞ 4 വർഷം മാത്രം റഷ്യക്ക് 130 ബില്യൺ അമേരിക്കൻ ഡോളർ ഇങ്ങനെ അധിക ചെലവ് ഉണ്ടായി എന്നുള്ളതാണ് ചില വാർത്താ സ്രോതസ്സുകൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ഈ കള്ളക്കടത്താകുമ്പോൾ അവർ പറയുന്ന പൈസ കൊടുത്ത് വാങ്ങേണ്ടി വരും എന്നുള്ളത്. പിന്നെ ചില ലോകരാജ്യങ്ങൾക്ക് അത്ര ഇഷ്ടമല്ലാത്ത ചില രാജ്യങ്ങളുമായിട്ട് റഷ്യ കൂട്ടുകെട്ടുണ്ടാക്കി. അതിലൊന്നാണ് ഇറാൻ, മറ്റൊന്നാണ് നോർത്ത് കൊറിയ, നമ്മുടെ കിം ജോങ് ഉന്നിന്റെ നോർത്ത് കൊറിയ. അപ്പൊ ഇറാനുമായിട്ട് സമ്പർക്കത്തിലാകുമെന്ന് പറഞ്ഞാൽ 2 രാജ്യങ്ങളും എണ്ണ ഉൽപാദക രാജ്യങ്ങളാണ്. അപ്പോൾ ആ രീതിയിലുള്ള സഹകരണമുണ്ട്. 2 രാജ്യങ്ങൾക്കും എണ്ണയുടെ പേരിൽ ഉപരോധം നേരിടുന്ന രാജ്യങ്ങളാണ്. അപ്പൊ ഇതിനെ മറികടക്കാനായിട്ട് കള്ളക്കടത്ത് ശൃംഖലകളെ 2 രാജ്യങ്ങളെ ആവോളം ആശ്രയിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ആ രീതിയിലുള്ള സഹകരണമുണ്ട്. അതുകൂടാതെ ഇറാൻ എന്ന് പറയുന്നത് റഷ്യയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ആയുധശേഷിയിൽ വളരെ കുറവാണ്. പക്ഷെ ഇറാന്റെ കയ്യിൽ നല്ല ഉഗ്രൻ ഡ്രോണുകളുണ്ട്. ഷാഹിദ് എന്ന പേരിലുള്ള ഡ്രോൺ ഇറാനിൽ നിന്ന് റഷ്യ വാങ്ങി. അങ്ങനെ അത് ഉപയോഗിച്ചിട്ടാണ് യുക്രൈന് നേരെ ആക്രമണം നടത്തുന്നത്. ഇനി നോർത്ത് കൊറിയയിൽ നിന്ന് അവരുടെ കയ്യിൽ ആവശ്യത്തിനും അനാവശ്യത്തിനും ഒരുപാട് മിസൈലുകളുണ്ട്. അത് ഇങ്ങോട്ട് കൊണ്ടുവരുന്നു. നോർത്ത് കൊറിയയിൽ നിന്നുള്ള സൈനികരെ പോലും റഷ്യക്ക് ആയുധശേഷി മാത്രമല്ല സൈനികരുടെ എണ്ണത്തിലും കുറവുണ്ടായിട്ടുണ്ട്. അപ്പൊ പകരം റഷ്യക്ക് വേണ്ടി അവിടെ പോരാടുന്നത് നോർത്ത് കൊറിയയുടെ പട്ടാളക്കാരാണ്. അപ്പൊ ആ രീതിയിൽ കൂടി നോർത്ത് കൊറിയ അതെ, അത് തന്നെ ആള് കുറവാണ്. അവർക്ക് ആയുധശേഷിയുണ്ട്, പക്ഷെ എടുത്തു പ്രയോഗിക്കാനായിട്ടുള്ള ആളുകളുടെ എണ്ണത്തിൽ കുറവുണ്ട്. അപ്പൊ അത് പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് കിം ജോങ് ഉൻ അവരുടെ പട്ടാളത്തേക്ക് വിട്ടുകൊടുക്കുക. ആ രീതിയിൽ 2 രാജ്യങ്ങൾ തമ്മിൽ അടുത്ത സൗഹൃദം ഉണ്ട് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം. പിന്നെ ഈ ഡ്രോൺ സാങ്കേതിക വിദ്യ അടക്കമുള്ള കാര്യങ്ങളിൽ ഒരു 90% വരെ തദ്ദേശീയമായിട്ടുള്ള ഇപ്പൊ ഇറാനെ ആശ്രയിക്കുന്നു പറയുമ്പോൾ തന്നെയും റഷ്യ സ്വന്തം നിലയിൽ 90% വരെ അവരുടെ സാങ്കേതിക വിദ്യ സ്വന്തം നിലയിൽ ആർജിക്കാനും അവർക്ക് സാധിച്ചിട്ടുണ്ട് എന്നുള്ളൂടി പറയണം. പിന്നെ ഇതൊക്കെ ചെയ്യുമ്പോഴും ഞാൻ പറഞ്ഞല്ലോ, അവർ വലിയ രീതിയിൽ ആഭ്യന്തരമായിട്ട് സാമ്പത്തിക ഞെരുക്കം, ഒരു ബജറ്റ് വലിയ പ്രശ്നമാണ്. അപ്പൊ ഈ ചെലവ് കുറച്ച് ചെയ്യുന്നത് കൊണ്ട് അവരുടെ ആയുധങ്ങളുടെ കൃത്യതയിലും സൂക്ഷ്മതയിലും വലിയ പോരായ്മകളുണ്ട് എന്നുള്ള വാർത്തകളും ചില ആളുകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോ അതെ, ഇപ്പൊ ചിപ്പ്, ഇപ്പോ ചൈനയാണ് അല്ലെങ്കിൽ തായ്വാനാണ് ചിപ്പുകളുടെ നിർമ്മാണത്തിൽ മുൻഗണനയിലുള്ളത്. പക്ഷെ ഇത് നേരിട്ട് റഷ്യക്ക് കിട്ടണമെന്നില്ല. ഇപ്പൊ അവർ സ്വന്തമായിട്ട് ചില AI നിയന്ത്രിത ചിപ്പുകളൊക്കെ നിർമ്മിക്കും. പക്ഷെ അതൊന്നും അത്ര എഫക്റ്റീവ് അല്ല എന്ന് പറയപ്പെടുന്നു. ഇപ്പൊ എന്റെ ഉദാഹരണം പറയാം.
റഷ്യയുടെ നിർമ്മിതമാണ് നമ്മുടെ S-400 എന്ന് പറയുന്ന വ്യോമ പ്രതിരോധ സംവിധാനം. ഓപ്പറേഷൻ സിന്ദൂറിൽ ഇന്ത്യ അടക്കം എടുത്ത് ഉപയോഗിച്ച് പാകിസ്ഥാന് നല്ല പണി കൊടുത്ത സാധനമാണ്. പക്ഷെ അതിന്റെ ഫലപ്രാപ്തിയിൽ റഷ്യ ഉപയോഗിക്കുമ്പോൾ ചില സംശയങ്ങൾ വരുന്നുണ്ട്. ഇപ്പൊ ഉക്രൈൻ ഡ്രോൺ ആക്രമണം വഴി അവരുടെ നിരവധിയായ റിഫൈനറികൾ തകർത്തിട്ടുണ്ട്. പക്ഷെ S-400 പോലെയുള്ള അല്ലെങ്കിൽ S-500 പോലെയുള്ള സംവിധാനങ്ങൾക്ക് ഫലപ്രദമായി അതിനെ പ്രതിരോധിക്കാൻ സാധിച്ചില്ല. അപ്പൊ അതിന്റെ കാരണമായിട്ട് ചൂണ്ടിക്കാണിക്കുന്നത് ഇത്തരത്തിൽ ചില ഉപരോധങ്ങൾ മൂലം അവരുടെ ആയുധശേഷിയുടെ ഗുണനിലവാരത്തിൽ ചില പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട് എന്നുള്ളത് കൂടി മനസ്സിലാക്കി വെക്കണം. അപ്പോ 2014 റഷ്യ ക്രിമിയക്കെതിരെ ആക്രമണം തുടങ്ങിയപ്പോഴാണ് ഈ അന്താരാഷ്ട്ര ഉപരോധങ്ങൾ വന്നത്. അപ്പൊ 2 ഘട്ടമായിട്ടാണ് ഉപരോധം വന്നത്. ഒന്ന് 2014 ക്രിമിയക്കെതിരെ ആക്രമണം നടത്തിയപ്പോൾ, പിന്നെ 2022 സമ്പൂർണ്ണ അധിനിവേശം ഉക്രൈനെതിരെ നടത്തിയപ്പോഴാണ് റഷ്യക്കെതിരെ വീണ്ടും വലിയ ഉപരോധം വരുന്നത്. അപ്പൊ ആദ്യഘട്ട ഉപരോധങ്ങൾ ഇത്തിരി മൈൽഡ് ആയിരുന്നു. അപ്പൊ അത് പ്രകാരം ഈ റഷ്യയിലെ നയതന്ത്ര പ്രതിനിധികൾക്കുള്ള യാത്രാവിലക്ക്, അവരുടെ വിദേശത്തുള്ള സമ്പാദ്യങ്ങൾ മരവിപ്പിക്കല്, പിന്നെ വിദേശ വായ്പ അനുവദിക്കാതിരിക്കൽ, പിന്നെ എണ്ണ വിൽപ്പനയിൽ ചില നിയന്ത്രണങ്ങൾ, ഇതൊക്കെയായിരുന്നു ആദ്യഘട്ട ഉപരോധത്തിൽ ഉണ്ടായിരുന്നത്. പക്ഷെ അതുകൊണ്ടൊന്നും റഷ്യ അതിന് വശപ്പെട്ട് നിന്നില്ല. അവരവരുടെ ആഗ്രഹങ്ങളുമായിട്ട് പോയി. ഇപ്പൊ ഉക്രൈനെ ആക്രമിക്കുക എന്ന് പറഞ്ഞാൽ റഷ്യ ആഗ്രഹിക്കുക, അല്ലെങ്കിൽ പുടിൻ ആഗ്രഹിക്കുന്നത് പഴയ സോവിയറ്റ് യൂണിയന്റെ അതേ അവസ്ഥയിൽ രാജ്യം വിപുലീകരിക്കുക എന്നുള്ള ലക്ഷ്യത്തെ അടിസ്ഥാനമാക്കിയാണ്. അപ്പൊ അതുകൊണ്ട് അയാള് 2022 ഉക്രൈനെ സമ്പൂർണമായ സൈനിക അധിനിവേശം നടത്തിയപ്പോൾ വീണ്ടും ഉപരോധം വന്നു. ഇപ്പൊ കുറെ കൂടി കടുത്തതായി. അപ്പൊ ഇത് പ്രകാരം എന്താ പറ്റിയത്? റഷ്യക്ക് ഈ സ്വിഫ്റ്റ് എന്ന് പറയുന്ന ഒരു ഏർപ്പാടുണ്ട്. ഈ ഡോളർ വഴി അന്താരാഷ്ട്ര തലത്തിൽ രാജ്യങ്ങൾ തമ്മിൽ സാമ്പത്തിക ഇടപാട് നടത്തുന്നത് പ്രധാനമായും ഡോളർ ഉപയോഗിച്ചാണ്. അപ്പൊ അത് ബാങ്കിങ് സംവിധാനവുമായിട്ട് ബന്ധപ്പെടുത്താനായിട്ടുള്ള ഒരു സംവിധാനത്തെയാണ് ഈ സ്വിഫ്റ്റ് എന്ന് പറയുക. അപ്പൊ അതിൽ നിന്ന് റഷ്യ പുറത്തു പോയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റ് രാജ്യങ്ങൾക്ക് റഷ്യയുമായി ഇടപാട് നടത്തുന്നതിനോ അല്ലെങ്കിൽ റഷ്യക്ക് മറ്റ് രാജ്യങ്ങളുമായിട്ട് ഇടപാട് നടത്തുന്നതിനോ പറ്റാത്തൊരു സാഹചര്യം വന്നു. അപ്പൊ റഷ്യക്ക് അവരുടെ റൂബിളുമായിട്ടും മറ്റു രാജ്യങ്ങളുടെ കറൻസിയുമായിട്ടും നേരിട്ട് ബന്ധപ്പെടേണ്ടി വന്നു. അത് അവരുടെ കയറ്റുമതിയെയും മറ്റു കാര്യങ്ങൾ, ഇപ്പൊ എണ്ണ കയറ്റുമതികളെയൊക്കെ വലിയ രീതിയിൽ ഗുരുതരമായി ബാധിക്കുന്ന ഒരു അവസ്ഥ വന്നു. അതുകൂടാതെ നേരത്തെ എണ്ണ വിൽപ്പനയ്ക്ക് ചില നിയന്ത്രണങ്ങൾ വന്നെങ്കിൽ ഇപ്പോൾ ആ നിയന്ത്രണങ്ങൾ കടുപ്പിച്ചു. സമ്പൂർണ്ണ ഉപരോധം. ഇനി അവിടുന്ന് എണ്ണ വാങ്ങുന്നുണ്ടെങ്കിൽ അതിന് പ്രൈസ് ക്യാപ്പ് എന്ന് പറയുന്നൊരു സംഗതി ഏർപ്പെടുത്തി. അപ്പോൾ ആഗോളതലത്തിൽ ക്രൂഡ് ഓയിലിന്റെ വില ബാരലിന് ഏതാണ്ട് $70-72 ഉണ്ടായിരുന്നപ്പോൾ റഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയിൽ വാങ്ങുന്നെങ്കിൽ അതിന് പ്രൈസ് ക്യാപ്പ് വെച്ചിട്ട് $46 വില കുറച്ചേ തരുള്ളൂ, വേണമെങ്കിൽ തന്നാ മതി, ആ ഒരു ലൈൻ പിടിച്ചു. അതുകൂടാതെ ഈ റഷ്യയുടെ കയ്യില് ഉണ്ടായിരുന്ന വിദേശ നിക്ഷേപങ്ങളുണ്ടല്ലോ. ഇപ്പൊ ഉദാഹരണം പറയുകയാണെങ്കിൽ അമേരിക്കൻ ഡോളറിൽ ഏതാണ്ട് 300 ബില്യൺ അമേരിക്കൻ ഡോളറിന്റെ നിക്ഷേപം റഷ്യക്ക് ഉണ്ടായിരുന്നു. അത് പൂർണ്ണമായും ഫ്രീസ് ചെയ്തു. അപ്പൊ ഇങ്ങനെ വിദേശത്തുള്ള അമേരിക്കൻ നിക്ഷേപങ്ങളടക്കം ഫ്രീസ്, ഇപ്പൊ മൊത്തം അങ്ങ് വരഞ്ഞു പിടിക്കുക എന്നുള്ളൊരു നയമാണ് സ്വീകരിച്ചത്. എന്നിട്ടും ആ രാജ്യം ഇപ്പൊ നിലനിൽക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ കാരണം ഞാൻ നേരത്തെ ആദ്യമേ തുടക്കത്തിലേ പറഞ്ഞതുപോലെ വ്ളാഡിമിർ പുടിൻ എന്ന് പറയുന്ന നേതാവിന്റെ നിശ്ചയദാർഢ്യം ഒന്ന്, പിന്നെ അദ്ദേഹം രൂപീകരിച്ച ബന്ധങ്ങൾ. ഇപ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായിട്ട് അദ്ദേഹത്തിനുള്ള ബന്ധം, ചൈനയുമായിട്ടുള്ള അദ്ദേഹത്തിന്റെ ബന്ധം, ഇറാനുമായിട്ട് ഉത്തര കൊറിയയായിട്ടൊക്കെ അദ്ദേഹത്തിനുള്ള ബന്ധം. അപ്പോ റഷ്യയെ അമേരിക്കക്ക് വേണമെങ്കിലൊന്ന് വിരട്ടാം, പക്ഷെ സമ്പൂർണമായി അങ്ങ് കീഴ്പ്പെടുത്തി കളയാമെന്നുള്ള വിചാരം തൽക്കാലം വേണ്ട.